ജാനിയെ പറ്റി എരിവും പുളിയും ചേർത്ത് മോളി വർഗീസ് മയൂരിന് പറഞ്ഞു കൊടുത്തു. എന്നാൽ അവളുടെ അഹങ്കാരം കുറയ്ക്കണമല്ലോ ടീച്ചറെ. മയൂർ: വേണം സാറേ. കുടുംബക്കാരും ബന്ധുക്കളും ഒന്നും വേണ്ട എന്ന് വെച്ച് അനുജത്തിയെയും കൊണ്ട് ഒറ്റയ്ക്ക് താമസിക്കുകയല്ലേ. അതിൻ്റെ എല്ലാ അഹങ്കാരവും ആ പെണ്ണിനുണ്ട്. മോളി: ഇവൾക്ക് വേറെ ബന്ധുക്കളൊന്നുമില്ലേ? ഇവളുടെ അനുജത്തി എന്തു ചെയ്യുന്നു? മയൂർ: എൻ്റെ പൊന്നു സാറേ, എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. 31 വയസ്സുണ്ട് ഈ ജാനകിക്ക്. ബന്ധുക്കളായിട്ടൊന്നും വലിയ രസത്തിലൊന്നുമല്ല. ഒരുപാട് കഷ്ടപ്പെട്ട് പട്ടിണി കിടന്നൊക്കെയാ പഠിച്ചേന്ന് പറയുന്നു. നിയത്തിക്കൊച്ച് ചെറിയ കൊച്ചാ സാറേ. ഇവിടെ 9ാം ക്ലാസ്സിലാ. ഈ ജാനകിയുടെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണത്രേ അവളെ പഠിപ്പിച്ചത്. ഇവളുടെ 15ാമത്തെ വയസ്സിൽ അവളുടെ അമ്മ രണ്ടാമത് പ്രസവിക്കണത് അനുജത്തിയെ. പക്ഷേ പ്രസവത്തോടെ അമ്മ മരിച്ചു. ബന്ധുക്കളൊന്നും സഹായിച്ചുമില്ല. പിന്നെ ഏതോ സെമിനാരിയിലെ സിസ്റ്റേഴ്സിൻ്റെ കാരുണ്യം കൊണ്ടാണ് ഇവൾ പഠിച്ചത്. ഇപ്പോൾ ഇവളുടെ ബന്ധുക്കളൊക്കെ ഇടയ്ക്ക് അന്വേഷിച്ച് വരാറുണ്ട്. പക്ഷെ ഒന്നിനെയും ഇവൾ അടുപ്പിക്കുന്നില്ല. 2 ദിവസം മുമ്പ് ഒരു അമ്മാവൻ അവളെ അന്വേഷിച്ചു വന്നിരുന്നു. വരുന്നവരെയെല്ലാം ആട്ടി പറഞ്ഞയക്കുകയാണ്. സ്വന്തമായ ജോലി കൊണ്ട് ജീവിക്കുന്നു എന്ന നല്ല അഹങ്കാരമുണ്ട് അവൾക്ക്. 5 വർഷത്തോളമായി ഇവിടെ ജോലി ചെയ്യുന്നു. ഇവിടെ ജോലിക്ക് വന്നത് മുതൽ ആ ശ്രീറാം സാറിൻ്റെ പിന്നാലെയാ സദാസമയവും. നമ്മളോടൊന്നും മിണ്ടാൻ അവൾക്ക് ഇഷ്ടമല്ല സാറേ. അങ്ങോട്ടെന്തെങ്കിലും ചോദിച്ചാൽ തന്നെ പുച്ഛം മാത്രമേ ഉള്ളൂ. ഞാൻ അതുകൊണ്ടൊന്നും അവളോടൊന്നും ചോദിക്കാറില്ല. അവൾക്ക് അഹങ്കാരം ഉണ്ടെങ്കിലേ അവൾ കൊണ്ട് നടന്നോട്ടെ. സാർ ഇന്നത്തെ കാര്യം തന്നെ നോക്കണം. ഞങ്ങൾ ആ ലേഡി സ്റ്റാഫൊക്കെ ഒരു വശത്തിരുന്നപ്പോൾ അവൾ ആ ശ്രീറാം സാറിനെ മുട്ടി ഉരുമിയിരുന്നത് സാറ് ശ്രദ്ധിച്ചോ? എപ്പോഴും ഇവിടെ അങ്ങനെ തന്നെയാ. പിന്നെ ശ്രീറാം സാർ ഒരു മാന്യനായതുകൊണ്ട് അവളുടെ താളത്തിനൊത്ത് തുള്ളുന്നു എന്ന് മാത്രം. ശ്രീറാം സാറ് ഞങ്ങളോടൊന്നും മിണ്ടുന്നത് അവൾക്കിഷ്ടല്ല. ഇവളെവിടെയാ താമസം? സ്കൈലൈൻ ഫ്ലാറ്റിലാണ്. മെറിൻ ടീച്ചറുടെ കൂടെയാ താമസം. സ്കൈലൈൻ അവൻ മനസ്സിൽ കുറിച്ചു. മയൂരിൻ്റെ ക്യാബിനിൽ നിന്നും കുറച്ചകലെ മാറി മനു കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ജാനിയുടെ ചവിട്ടിത്തുള്ളിയുള്ള നടത്തം കണ്ടപ്പോൾ തന്നെ മനുവിന് എന്തോ സംശയം തോന്നി. കണക്ക് ടീച്ചറേ! മനുവിൻ്റെ വിളി ശ്രദ്ധിക്കാതെ ജാനി സ്പീഡിൽ നടന്നു. ജാനി നിൽക്കുന്നില്ല എന്ന് കണ്ടതും മനു ഓടിച്ചെന്ന് ജാനിക്ക് അഭിമുഖമായി നിന്നു. എന്താ ടീച്ചറെ ഒരു സ്നേഹമില്ലാത്തത്? ഒന്നുമില്ലെങ്കിലും നമ്മൾ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരല്ലേ. മനു, എൻ്റെ മുന്നിൽ നിന്ന് മാറിപ്പോ, ജാനി ദേഷ്യത്തോടെ പറഞ്ഞു. ഞാൻ മാറിപ്പൊക്കോളാം. ഇത്ര ചവിട്ടിത്തുള്ളി ദേഷ്യപ്പെട്ടു പോകാൻ മാത്രം. അകത്തെന്താ ടീച്ചറെ സംഭവിച്ചേ? എന്നെ ക്യാബിൽ നിന്നും ഇറക്കി വിട്ടതിന് ശേഷം മയൂർ സാറ് ടീച്ചറെ കൊയ്യുകയോ മെതിക്കുകയോ അങ്ങനെ എന്തെങ്കിലും? ഒരു വഷളമായ ചിരിയോടെ മനു പറഞ്ഞു തീരും മുമ്പ് ജാനിയുടെ കൈ വായുവിൽ പൊന്തി മനുവിൻ്റെ മുഖത്തടിച്ചു. മാറി നിൽക്കട പട്ടി എന്ന് പറഞ്ഞ് മനുവിനെ ഒരു സൈഡിലേക്ക് പിടിച്ചുന്തി മാറ്റിയതിന് ശേഷം വർദ്ധിച്ച ദേഷ്യത്തോടെ ജാനി ചവിട്ടിത്തുള്ളി നടന്നുപോയി. മനു ആണെങ്കിൽ കവിളും പൊത്തിപ്പിടിച്ച് ചുറ്റും നോക്കി. ഭാഗ്യം ആരും കണ്ടില്ല. മോളെ ജാനി ടീച്ചറെ, ഇതിന് നീ പശ്ചാത്തപിക്കേണ്ടി വരും എന്ന് മനസ്സിൽ പറഞ്ഞ് പിന്നെയും അവൻ ചുറ്റും നോക്കി. ഇതെല്ലാം ക്യാമറ കണ്ണുകളിലൂടെ മയൂർ കാണുന്നുണ്ടായിരുന്നു. എൻ്റെ അമ്മേ, ഇവള് സാധാരണ പെണ്ണല്ല, ജാൻസി റാണിയാണ്. സൂക്ഷിച്ചില്ലെങ്കിൽ ഇവളുടെ കൈരേഖകൾ എൻ്റെ മുഖത്തും പതിയും. തനി റബ്ബറിൻ്റെ സ്വഭാവമുള്ള പെണ്ണ്. ഒന്നെറിഞ്ഞാൽ കറങ്ങി ഇങ്ങ് പോരും. പക്ഷേ വളയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള ടൈപ്പാണെന്നാണ് തോന്നുന്നത്. ഇവളെ വളയ്ക്കാൻ പുതിയ അടവ് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. മോളെ ജാനകി, അത്രയ്ക്ക് അഹങ്കാരം ഉണ്ടോ നിനക്ക്? ചേട്ടന് അഹങ്കാരികളെ ഇഷ്ടാ. നിന്റെ അഹങ്കാരവും പുച്ഛവുമെല്ലാം ഈ ചേട്ടൻ തീർത്തു തരാം. പക്ഷേ ധൃതി വേണ്ട. സൂക്ഷിച്ചു പെരുമാറിയില്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് പണി കിട്ടും, മയൂർ ചിന്തിച്ചു. ജാനി നേരെ പോയത് ക്യാൻറ്റീനിലേക്കാണ്. അവിടെ ഒരു ഒഴിഞ്ഞ കോർണറിൽ അവൾ ഇരുന്നു. എന്തോ വലിയ അപമാനം അവളുടെ മനസ്സിനെ തളർത്തി. ടീച്ചറെ, ചായ എടുക്കട്ടെ? ക്യാൻറ്റീൻ നടത്തിപ്പുകാരനായ തോമസ് പറഞ്ഞു. അതേ എന്ന മട്ടിൽ അവൾ തലയാട്ടി. ടീച്ചർ ഇവിടെ വന്നിരിക്കുകയാണോ? ഈ പീരീഡ് ക്ലാസ് ഇല്ലേ ശ്രീറാം? ക്ലാസ് ഉണ്ട് 10Bയിൽ. പക്ഷേ ക്ലാസ് എടുക്കാനുള്ളൊരു മനസ്സ് ഇപ്പോൾ എനിക്കില്ല സാർ. അല്ല, സാറിന് ഈ പീരീഡ് ഫ്രീ ആണോ? ഫ്രീയൊന്നുമല്ല, ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് താൻ ക്യാൻറ്റീനിലേക്ക് വരുന്നത് കണ്ടത്. എന്താടോ ഇത്? മയൂർ സാർ എന്തോ കളിയാക്കി പറഞ്ഞെന്ന് കരുതി
താൻ എന്തിനാ ഇത്രയും വറീഡാകുന്നത്? ഇന്നലെ വന്ന സാറിന് നമ്മളെ പറ്റി ഇത്രയും അറിയണമെങ്കിൽ അത് മനുവോ അല്ലെങ്കിൽ മോളി ടീച്ചറോ വഴിയായിരിക്കും. നമ്മൾ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിലല്ലേ ടീച്ചറെ പേടിക്കേണ്ട ആവശ്യമുള്ളൂ. ശ്രീറാം: അയാൾ എന്താ എന്നെപ്പറ്റി വിചാരിച്ചേ? ഒരാണും പെണ്ണും തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായാൽ അത് മറ്റൊരു രീതിയിൽ കാണുന്നത് എന്തിനാണ്? അതാ എനിക്ക് മനസ്സിലാകാത്തത്. അയാൾ അത്ര നല്ലവനൊന്നുമല്ല. അയാളുടെ ഒരു അഴകുഴമ്പൻ സംസാരവും ഒരു വൃത്തികെട്ട നോട്ടവും. ആദ്യത്തെ ദിവസമായിട്ട് തന്നെ ഇങ്ങനെ. ഇനി എങ്ങനെ ഇവിടെ ജോലി ചെയ്യും? ഇയാളെപ്പോലെ ഒരാളുടെ കീഴിൽ ജോലി ചെയ്യുന്നത് എനിക്ക് ചിന്തിക്കാൻ തന്നെ വയ്യ ജാനി. ശ്രീറാം സാറേ, മാത്സ് ടീച്ചറെ മലയാളം പഠിപ്പിക്കാനാണോ തനിക്ക് ഞാൻ ശമ്പളം തരേണ്ടത്? ക്യാൻറ്റീനിലേക്ക് നടന്നു വന്നുകൊണ്ട് മയൂർ ഉറക്കെ വിളിച്ചു പറഞ്ഞു. മയൂരിൻ്റെ ശബ്ദം കേട്ടതും ശ്രീറാം ചെയറിൽ നിന്നും ചാടി എഴുന്നേറ്റു. സാറിന് ക്ലാസ് ഇല്ലേ? മയൂർ: ഉണ്ട് സാർ. പക്ഷേ ജാനി ടീച്ചർ വിഷമിച്ചു പോകുന്നത് കണ്ടപ്പോൾ ഞാൻ എന്താ കാര്യമെന്നറിയാൻ വേണ്ടി വന്നതാണ്. ശ്രീറാം: ഇവിടെയുള്ള എല്ലാ ടീച്ചർമാരും വിഷമിച്ചു പോകുമ്പോൾ സാർ അവരെ സമാധാനിപ്പിക്കാൻ പോകാറുണ്ടോ? അതോ ജാനി ടീച്ചർക്ക് വിഷമം വരുമ്പോൾ മാത്രമാണോ സമാധാനിപ്പിക്കുന്നത്? ദേ, ഈ വക കോഴിത്തരങ്ങളൊന്നും ഞാൻ എൻ്റെ സ്കൂളിൽ വെച്ച് പൊറുപ്പിക്കില്ല. ദിസ് ഈസ് മൈ ലാസ്റ്റ് വാർണിംഗ്. ഗോട്ട് ഇറ്റ്? ശ്രീറാം തലയാട്ടിക്കൊണ്ട് അപ്പോൾ തന്നെ അവിടെ നിന്നും പോയി. അപ്പോഴേക്കും തോമസ് ചേട്ടൻ ജാനിക്കുള്ള ചായയുമായി വന്നു. മയൂർ ഒരു വഷളമായ ചിരിയോടെ ജാനിയുടെ അടുത്തു തന്നെ വന്നിരുന്നു. മയൂർ വന്നിരുന്നതും ജാനി ചാടി എഴുന്നേറ്റു. യു മേ സിറ്റ് ഡൗൺ. ഐ സേ സിറ്റ് ഡൗൺ. മയൂർ ടേബിളിൽ തട്ടി അലറിക്കൊണ്ട് പറഞ്ഞു. മയൂരിൻ്റെ അലർച്ച കേട്ടതും ഒരു നിമിഷം ജാനി പേടിച്ചു പോയി. അവൾ ആ സീറ്റിൽ കയറിയിരുന്നു. ഏതായാലും ടീച്ചർ ചായ ഓർഡർ ചെയ്തതല്ലേ, കുടിക്ക്. പിന്നെ ഇപ്പോൾ ടീച്ചർക്ക് ഗ്ലാസ് ഉള്ളതല്ലേ, ആ ഗ്ലാസ് വെറുതെ ക്യാൻറ്റീനിൽ വന്നിരുന്ന് പഞ്ചാര അടിക്കാനുള്ളതല്ല. ഇന്നിപ്പോൾ ടീച്ചർ ക്ലാസ്സിൽ കയറണ്ട. അതിന് പകരമായി നാളെ എക്സ്ട്രാ പീരീഡ് ക്ലാസ് എടുത്തു കൊടുത്തിരിക്കണം. മനസ്സിലായോടി ജാനകി? നിനക്കെന്താടി എല്ലാവരോടും ഒരു പുച്ഛം? ശ്രീറാം സാറിനെ മാത്രമേ നിനക്ക് പിടിക്കൂ? സാറിനെ പോലെ ഞാനും ആണ് തന്നെയാടി. അവനുള്ളതൊക്കെ തന്നെയാ എനിക്കുമുള്ളത്. ശബ്ദം താഴ്ത്തി ജാനിയുടെ ചെവിയോരം ചേർന്ന് മയൂർ പറഞ്ഞു. മയൂരിൻ്റെ വാക്കുകൾ കേൾക്കാൻ കഴിയാതെ ജാനി അവിടെ നിന്നും എഴുന്നേറ്റു. അവളുടെ കണ്ണുകൾ രണ്ടും നിറഞ്ഞിരുന്നു. മറുപടി ഒന്നും തന്നെ പറയാതെ ജാനി അവിടെ നിന്നും എഴുന്നേറ്റു പോയി. ജാനി പോയ വഴിയെ നോക്കി മയൂർ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. അവൾ ഓർഡർ ചെയ്ത ചായ അവൻ അവൻ്റെ ചുണ്ടോട് ചേർത്തു.